നമസ്കാരം, ഞാൻ സിജു രാജൻ. 2012 1.8% മാർക്കറ്റ് ഷെയർ. അത് 2021 ആയപ്പോഴേക്കും 5.9% ഉയർന്നു. ഈ 1.8% നിന്നും 5.9% എത്തുക എന്ന് പറയുന്നത് വളരെ വലിയ വളർച്ചയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിനി പറയാൻ പോകുന്ന ഉൽപ്പന്നത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വളർച്ചയാണ്. കാരണം പലപ്പോഴും ആളുകൾ സംസാരിക്കാൻ, പറയാൻ മടിക്കുന്ന, ഡിസ്കസ് ചെയ്യാൻ മടിക്കുന്ന, കടയിൽ പോയി വാങ്ങാൻ മടിക്കുന്ന, പരസ്യം കാണാൻ മടിക്കുന്ന ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അത്തരത്തിലൊരു ഉൽപ്പന്നത്തെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഡ്യൂറക്സ് കമ്പനിയുടെ ഗർഭനിരോധന ഉറകൾ, ഡ്യൂറക്സിൻ്റെ കോണ്ടം. അവർക്ക് എങ്ങനെയാണ് ഈ ഒരു വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞത് എന്നതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കോണ്ടത്തിൻ്റെ ഹിസ്റ്ററി നമുക്ക് നോക്കാം. 1640 മുതൽ തന്നെ ഈ ഗർഭനിരോധന ഉറകൾ ഉപയോഗിച്ച് വരുന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. 1860 ചാൾസ് ഗുഡിയർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഇൻവെൻറ്റർ റബ്ബർ യൂസ് ചെയ്തിട്ടുള്ള കോണ്ടംസ് നിർമ്മിക്കാനായിട്ട് തുടങ്ങി. വലിയ രീതിയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് തുടങ്ങി. അത് ചുരുങ്ങിയ വിലയ്ക്ക് ആൾക്കാർക്ക് വിൽക്കാനായിട്ടും തുടങ്ങി. 1920 ലാറ്റക്സ് കണ്ടുപിടിച്ചത്. അത് വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം ഈ ഒരു കോണ്ടം ഉൽപ്പന്നത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. കാരണം ഈ ലാറ്റക്സ് യൂസ് ചെയ്തിട്ടുള്ള കോണ്ടംസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് തുടങ്ങി. ഇന്ന് കാണുന്ന ആ ഒരു കോണ്ടത്തിൻ്റെ ഫസ്റ്റ് പതിപ്പ് ഇറങ്ങിയിട്ടുള്ളത് 1920 1980 എയ്ഡ്സ് രോഗം വലിയ രീതിയിൽ വർദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് സോഷ്യൽ ലൈഫിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കോണ്ടം മാറിയത്. വലിയ രീതിയിൽ ആൾക്കാർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്, വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്, ധാരാളം കമ്പനീസ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങിയത്. 1963 പോപ്പുലേഷൻ കൺട്രോളിൻ്റെ ഭാഗമായിട്ട്, ജനസംഖ്യാ വർധനവിനെ തടയാനായിട്ട് ഇന്ത്യൻ സർക്കാർ ഈ കോണ്ടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. കാമരാജ് എന്ന് പറയുന്ന പേരിലാണ് അവർ ഉൽപ്പന്നം ഇറക്കാനായിട്ട് തീരുമാനിച്ചതെങ്കിലും അന്നത്തെ റൂളിംഗ് പ്രസിഡൻറ്റിൻ്റെ, കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ പേര് കാമരാജ് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പേരല്ല അവർ ഉപയോഗിച്ചത്. നിരോധ് എന്ന് പറയുന്ന പേരിൽ അവർ കോണ്ടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചു. നിരോധ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ, പ്രിവെൻഷൻ എന്ന് പറയുന്ന ആ ഒരു അർത്ഥം. ഫാമിലി പ്ലാനിങ്ങിൻ്റെ വലിയൊരു ഭാഗമായിട്ട് ആ ഒരു ടെർമിനോളജി മാറിക്കഴിഞ്ഞിരുന്നു അന്ന്. 1969 ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് ഇന്ത്യയിലെ ആദ്യത്തെ കോണ്ടം മാനുഫാക്ചറിങ് പ്ലാന്റ് ആരംഭിച്ചു. അത് തിരുവനന്തപുരത്താണ് ആരംഭിച്ചത്. അതിൻ്റെ ആനുവൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 144 മില്യൺ പീസസ് ആയിരുന്നു. മാർക്കറ്റ് ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ ടോപ്പായിട്ടുള്ള 5 കോണ്ടം ബ്രാൻഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് മാൻഫോസ് ആണ്. മാൻഫോസിൻ്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 32.4%. രണ്ടാമതായിട്ട് വരുന്നത് മൂഡ്സ് ആണ്, 12.7%. ദെൻ സ്കോർ 10.3%. ദെൻ കാമസൂത്ര 8.2%. ദെൻ കോഹിനൂർ 7.4%. അതിനുശേഷം 6ാം സ്ഥാനത്ത് മറ്റാണ് ഡ്യൂറക്സ് വരുന്നത്. ഡ്യൂറക്സിൻ്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 1.4% മാത്രമായിരുന്നു 2012. നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഡ്യൂറക്സ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ബ്രാൻഡ് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഉൽപ്പന്നത്തെ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു വളർച്ച കൈവരിക്കാനായിട്ട് കഴിഞ്ഞതെന്നുള്ളത്, അവരെന്തെല്ലാം സ്ട്രാറ്റജീസാണ് എടുത്തിട്ടുള്ളത്, അവരുടെ മാർക്കറ്റിംഗ് ഏതെല്ലാം രീതിയിലാണ് അവർ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. 2016 ഡ്യൂറക്സിൻ്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 1.7% ആയിരുന്നു. തൊട്ടടുത്ത വർഷം 2018 അവർ പുതിയൊരു കോണ്ടം വേരിയൻ്റ് അവർ ഇറക്കുകയുണ്ടായി. അതിൻ്റെ പേര് ജീൻസ് എന്നായിരുന്നു, ഡ്യൂറക്സ് ജീൻസ്. അതായത് ഈ കോണ്ടം എന്ന് പറയുന്നത് ആൾക്കാർ മറച്ച് വെക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അല്ലേ, പബ്ലിക്കലി കൊണ്ട് നടക്കുന്ന ഒരു ഉൽപ്പന്നമല്ല. ഇവർ ഷോപ്പിലാണെന്നുണ്ടെങ്കിലും വാങ്ങാൻ മടിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്, അത് എവിടെയെങ്കിലും ഒളിച്ച് വെക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൈഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻവിസിബിൾ എന്ന് പറയുന്നതിനെ വെച്ചുകൊണ്ടായിരുന്നു ഇവർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കാണത്തില്ല, നിങ്ങൾക്ക് വളരെ സീക്രട്ടായിട്ട് കൊണ്ട് നടക്കാമെന്നുള്ള ആ ഒരു രീതിയിൽ. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പേരിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറക്സ് ജീൻസ് എന്ന് പറയുന്ന പേരിടാനുള്ള റീസൺ, നിങ്ങൾക്ക് ജീൻസ് പാൻറ്റിനകത്ത് ആ പോക്കറ്റിനകത്ത് കൊണ്ടു നടക്കാൻ കഴിയുമെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത്തരത്തിൽ രൺവീർ സിംഗിനെ വെച്ചിട്ടായിരുന്നു ഇവരുടെ ആഡ് ആദ്യമായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അവരുടെ അഡ്വർടൈസ്മെൻറ്റിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ക്യാപ്ഷൻ ദ പാക്കറ്റ് ഡിസപ്പിയേഴ്സ് ഇൻ യുവർ ജീൻസ് പോക്കറ്റ് എന്നായിരുന്നു. പക്ഷേ രസകരമായിട്ടുള്ളൊരു കാര്യം, കോമ്പറ്റീറ്റേഴ്സ് ഇവരെ കളിയാക്കിക്കൊണ്ട് മറ്റൊരു വാചകം കൂടി അവർ ഇറക്കിയിരുന്നു. അത്തരത്തിൽ അവരെ കളിയാക്കിയിരുന്നു. അതായത് ഇറ്റ് ഓൾറെഡി ഇൻവിസിബിൾ ഇൻ ദ മാർക്കറ്റ് ആൻഡ് നൗ ഇറ്റ് ഡിസപ്പിയേഴ്സ് ഇൻ യുവർ പോക്കറ്റ്. ഓൾറെഡി മാർക്കറ്റിൽ ഇവർ ഇല്ല, ഇപ്പോൾ നിങ്ങളുടെ പോക്കറ്റിലും കൂടി അത് ഡിസപ്പിയർ ആകും എന്നുള്ള രീതിയിൽ. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഇവരെ കളിയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ട്വീറ്റ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. ആൻഡ് കോമ്പറ്റീറ്റേഴ്സ് പറഞ്ഞ മറ്റൊരു കാര്യം, ഇന്ത്യൻ മാർക്കറ്റിൽ കോണ്ടം എന്ന് പറയുന്ന പ്രോഡക്റ്റ്
കെമിസ്റ്റ്, അതായത് മെഡിക്കൽ ഷോപ്പുകാർ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. കസ്റ്റമേഴ്സ് അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരത്തില്ല, കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരത്തില്ല, നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലണം. ഈ രീതിയിലുള്ളൊരു കോൺസെപ്റ്റാണ് പലപ്പോഴും മറ്റ് കമ്പനീസ് എല്ലാം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് വിഭിന്നമായിട്ടായിരുന്നു ഡ്യൂറക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ഈ പ്രോഡക്റ്റിനെ നോക്കിക്കണ്ടത്. ആ രീതിയിലായിരുന്നു ഇവരുടെ പ്രോഡക്റ്റിനെ പൊസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് രൺവീർ സിംഗിനെ പോലെയുള്ള ഒരു വ്യക്തിയെ കൊണ്ട്, ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് ഇത് മാർക്കറ്റ് ചെയ്യിപ്പിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഫിക്സ് ചെയ്യാനായിട്ടുള്ള റീസണും അത് തന്നെയായിരുന്നു. ഈ ഒരു ഡ്യൂറക്സ് ജീൻസ് ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു ലാഭം തന്നെ ഉണ്ടാക്കി കൊടുക്കുകയുണ്ടായി. ആ ഒരു പരസ്യ രീതിയും അതെല്ലാം കൊണ്ട് തന്നെ അവർക്ക് 2.8% ആയിട്ട് അവരുടെ മാർക്കറ്റ് ഷെയർ അവർക്ക് വളർത്താനായിട്ട് കഴിഞ്ഞു. 2019 അവർ മറ്റൊരു പ്രോഡക്റ്റ് കൂടി ലോഞ്ച് ചെയ്യുകയുണ്ടായി, ഡ്യൂറക്സ് മ്യൂച്വൽ ക്ലൈമാക്സ്. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കി കൊടുത്ത ഒരു ക്യാമ്പയിൻ ആയിരുന്നു അത്. അതായത് ഇപ്പോഴും അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ സ്ത്രീകളെ ഒരു ഭോഗവസ്തുവായിട്ട് കാണുന്ന ഒരു സമ്പ്രദായമായിരുന്നു പലപ്പോഴും ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾ കൈക്കൊണ്ടിരുന്നത്. കാരണം കോണ്ടം എന്ന് പറയുന്ന പ്രോഡക്റ്റ്, അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നത്, ലൈംഗികത എന്ന് പറയുന്നത് ഒരു മെൻ തിങ് ആണ്, ഒരു പുരുഷൻ്റെ ഒരു ആവശ്യമായിട്ട് മാത്രമായിട്ട് കൺസിഡർ ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. സ്ത്രീകളെന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭോഗവസ്തുവായിട്ട് കൺസിഡർ ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓർഗാസം ഇക്വാലിറ്റി എന്ന് പറയുന്ന ഹാഷ്ടാഗോടുകൂടി അവർ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ പ്ലഷർ നിങ്ങൾക്ക് അനുഭവിക്കാം എന്ന് പറയുന്ന രീതിയിലായിരുന്നു അവരുടെ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ കോസിനെ കൃത്യമായിട്ട് പബ്ലിക്കിന് മുമ്പിൽ അനൗൺസ് ചെയ്യുന്ന രീതിയിലായിരുന്നു അവരുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്യൂറക്സിൻ്റെ റീജിയണൽ മാർക്കറ്റിംഗ് ഡയറക്ടർ ഡിലൻ ഗാന്ധി പറഞ്ഞൊരു വാചകമുണ്ട്, വി ലോഞ്ച്ഡ് ഡ്യൂറക്സ് മ്യൂച്വൽ ക്ലൈമാക്സ് ടു ബ്രിഡ്ജ് ദി ഓർഗാസം ഗ്യാപ്പ്. പലപ്പോഴും ആൾക്കാർ ഡിസ്കസ് ചെയ്യാൻ മടിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു ഓർഗാസം എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു മ്യൂച്വൽ പ്ലഷർ എന്ന് പറയുന്ന ഒരു കാര്യം. സ്ത്രീക്കും പുരുഷനും ഒരേപോലെ സെക്സിൽ സുഖം അനുഭവിക്കാം എന്ന് പറയുന്ന ഇതെല്ലാം പലപ്പോഴും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ ഇത്തരത്തിൽ ഓപ്പണായിട്ട് ഒരു സോഷ്യൽ ഡിസ്കഷൻ ഇട്ടുകൊടുത്ത ഒരു സ്ഥാപനമായിട്ട് ഈ ഡ്യൂറക്സ് മാറുകയുണ്ടായി. 2020 ഒക്ടോബറിൽ, അതായത് കോവിഡ് വലിയ രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ലോക്ക്ഡൗൺ നമ്മുടെ ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള സമയത്ത് അവർ ഇൻവിസിബിൾ എന്ന് പറയുന്ന ആ ഒരു പേര് വീണ്ടും വലിയ രീതിയിൽ ഉയർത്തുകയുണ്ടായി. അവർ ഇന്ത്യയിലെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള കോണ്ടം ലോഞ്ച് ചെയ്യുകയുണ്ടായി. ആൻഡ് അവരുടെ ടാഗ് ലൈൻ പറയുന്നത് ഇറ്റ്സ് സോ തിൻ ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് ഇൻവിസിബിൾ. ഇറ്റ് ഈസ് സോ തിൻ ദാറ്റ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇൻവിസിബിൾ. വളരെ തിന്നാണ്, അതുകൊണ്ട് തന്നെ ഇത് ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണെന്നുള്ളത്. ആൻഡ് ആൾസോ അവർ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വീട്ടിലിരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. അതിന് അവർ കൊടുത്തിട്ടുള്ളൊരു ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു, ദ ലോങ്ങർ യു സ്റ്റേ ഇൻ ദ ബെറ്റർ യു പെർഫോം. ദ ലോങ്ങർ യു സ്റ്റേ ഇൻ ദ ബെറ്റർ യു പെർഫോം. അപ്പോൾ ഇതിന് പല വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ മെഡിക്കൽ ഷോപ്പുകാർ മാത്രം വിൽക്കുന്ന ഒരു ഉൽപ്പന്നമായിട്ട്, മെഡിക്കൽ ഷോപ്പുകാർ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നത്തിൽ നിന്നും ആൾക്കാർ അന്വേഷിച്ച് വരുന്ന ഒരു ഉൽപ്പന്നത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞുവെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ അഡ്വർടൈസ്മെൻറ്റ് വലിയ രീതിയിൽ അതിന് സഹായകരമായിട്ടുണ്ട്. പല കാര്യങ്ങളും വളരെ ഓപ്പണായിട്ട് അവർ തുറന്നു പറയാനായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ എല്ലാം കാരണം കൊണ്ട് തന്നെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മാർക്കറ്റ് ഷെയർ നോക്കുന്ന സമയത്ത് മാൻഫോസിന് 32.4%, തൊട്ട് താഴെ നിൽക്കുന്നത് ഡ്യൂറക്സ് ആണ്, അതായത് 13.8%. ഇനി വോളിയം ബേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാൻഫോസ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്, 36.3%. തൊട്ട് താഴെ കാമസൂത്ര നിൽക്കുന്നുണ്ട്, ദെൻ തൊട്ട് താഴെ സ്കോർ നിൽക്കുന്നുണ്ട്, ദെൻ മൂഡ്സ്, ദെൻ ഡ്യൂറക്സിൻ്റെ സ്ഥാനം 5-ാമതാണ്, 5.9%. ആൻഡ് 2018 ഡ്യൂറക്സിൻ്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 1.8%. 2016 അത് 1.7%. 2018 അത് 2.8%. ആ ഒരു സമയത്തായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഡ്യൂറക്സ് ജീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാൻഡ്, രൺവീർ സിംഗിനെ വെച്ചിട്ടുള്ള അദ്ദേഹത്തിനെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ഒരു വളർച്ച അവർക്ക് അതുകൊണ്ട് കൈവരിക്കാൻ കഴിഞ്ഞു. ആൻഡ് 2021, അതായത് 18, 19, 20, 21 ആ ഒരു 2-3 വർഷം കൊണ്ട് അവർക്ക് 2.8% നിന്നും 5.9% അവർക്ക് ഉയരാനായിട്ട് കഴിഞ്ഞു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ സോഷ്യൽ ഇഷ്യൂസിനെ അവർ വലിയ രീതിയിൽ ഓപ്പണായിട്ട് ഡിസ്കഷന് ഇട്ടു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഓർഗാസം ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു വിഷയം തന്നെയായിരുന്നു. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആളുകൾ പറയാൻ മടിക്കുന്ന, ആളുകൾ ഡിസ്കസ് ചെയ്യാൻ മടിക്കുന്ന ഒരു വിഷയം, ഒരു ഉൽപ്പന്നം, കോണ്ടം എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം, കെമിസ്റ്റ് ഷോപ്പിൽ, അതായത് മെഡിക്കൽ ഷോപ്പിൽ മാത്രം വിൽക്കുന്ന ഒരു ഉൽപ്പന്നം, ആളുകളിലേക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു ഉൽപ്പന്നം,
അതിൽ നിന്നും ആളുകൾ തേടി വരുന്ന ഒരു ഉൽപ്പന്നമായിട്ട് മാറ്റാനായിട്ട് ഈ ഡ്യൂറക്സിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പുഷ് ചെയ്യേണ്ട പ്രോഡക്റ്റിൽ നിന്നും പുള്ളി ചെയ്യുന്ന പ്രോഡക്റ്റിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഡ്യൂറക്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സക്സസ്സിലേക്ക് നയിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ കോസിനെ മുൻനിർത്തിയുള്ള അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള വളരെ ബ്രേവായിട്ടുള്ള ഇത്തരത്തിലുള്ള ക്യാമ്പയിൻസും അഡ്വർടൈസ്മെൻറ്റും ഒരു ബ്രാൻഡിനെ എത്രത്തോളം സഹായിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡ്യൂറക്സ് കോണ്ടം. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലും ഇത്തരത്തിൽ ബ്രേവായിട്ടുള്ള പല സ്ട്രാറ്റജീസും മുന്നോട്ട് വയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.